കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ ചാർജിംഗ് സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധിച്ചു. വൈദ്യുതി ബസ്സുകൾ ഉൾപ്പെടെ വൈദ്യുതി ഉപയോഗിച്ചോടുന്ന വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിന്റെ പാരമ്പര്യേതര ഊർജ്ജ ഫണ്ട് ഉപയോഗിച്ച് KSEB സബ്സ്റ്റേഷനുകൾക്കും വൈദ്യുതി ഓഫീസുകൾക്കും അരികിൽ നൂറുകണക്കിന് ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനുകൾ ആരംഭിച്ചത്. പക്ഷേ പദ്ധതി കമ്മീഷൻ ചെയ്യുമ്പോഴേക്കും നിലവിൽ ഡെൽറ്റ കമ്പനി സ്ഥാപിച്ച ചാർജിംഗ് ഉപകരണങ്ങൾ കാലഹരണപ്പെട്ടിരുന്നു. ഈ ഉപകരണങ്ങൾ വെച്ച് ചാർജ് ചെയ്യുന്ന വാഹനങ്ങളും ഇറങ്ങാതെയായി. പുതിയ വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ നിലവിലെ സ്റ്റേഷനിൽ സാധിക്കാത്ത അവസ്ഥയിൽ ചാർജിംഗ് ഉപകരണങ്ങൾ മൊത്തത്തിൽ മാറ്റി പുതിയത് സ്ഥാപിക്കേണ്ടതായി വരുന്നു. ഇതിന് ലക്ഷക്കണക്കിന് രൂപ ആവശ്യമായി വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ 35 ലക്ഷം രൂപയാണ് എങ്കേക്കാട് സ്റ്റേഷനു വേണ്ടി ചിലവാക്കിയിട്ടുള്ളത്. ഒരു വാഹനം പോലും ഇത് ഉദ്ഘാടനം കഴിഞ്ഞ് ചാർജ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം ഇതിന് ഉപയോഗിച്ച സാങ്കേതിക വിദ്യ കാലഹരണപ്പെട്ടതാണ്. കേരളത്തിലെ നൂറുകണക്കിന് ചാർജിംഗ് സ്റ്റേഷനുകൾ ഇതുപോലെ തുരുമ്പെടുത്ത് നശിക്കാൻ കാരണമായത്. കോടികൾ ദൂർത്തടിച്ച് പദ്ധതി സംബന്ധിച്ച് CBI അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും സ്ഥലം സന്ദർശിച്ച DCC ജനറൽ സെക്രട്ടറിയും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ K. അജിത് കുമാർ ആവശ്യപ്പെട്ടു.